വെൽക്കം ബാക്ക് ടു FTA വ്ലോഗ്. FTA വ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സോളിഡ് സ്റ്റേറ്റിന്റെ 6 വർഷത്തെ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 6 വർഷത്തെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും മാർച്ച് എക്സാമിനും അതുപോലെ സേ എക്സാമിനും ചോദിച്ച ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്കിത് തീർച്ചയായും നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റിനും അതുപോലെ ഈ വർഷത്തെ അവസാനം വരുന്ന പബ്ലിക് എക്സാമിനും ഉപകാരപ്രദമാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കാണുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം എല്ലാ ചോദ്യങ്ങളും ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾ ഇതെല്ലാം കണ്ട് പഠിച്ചതിന് ശേഷം അവസാനം കാണിക്കുന്ന ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നു പോകാം. ഏതായാലും നമ്മുടെ അമ്പിച്ചുവിന്റെ മാജിക് ഈ ദിവസം ഉണ്ട്, ഇന്നും കൂടി അമ്പിച്ചുവിന്റെ മാജിക് ഉണ്ട്. അമ്പിച്ചു താഴ്ന്ന മാജിക്കിന്റെ ഇതിലോ പ്രിപ്പറേഷൻസിനാണ്. അമ്പിച്ചു മാജിക് കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, മാജിക്കിലേക്ക് പോകാം. മാജിക്കിന് ശേഷം അമ്പിച്ചുവിനെ കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ അമ്പിച്ചുവിന്റെ മാജിക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു അല്ലേ? അപ്പൊ അമ്പിച്ചു മാജിക്കിന് ശേഷം വരാന്നാണ് പറഞ്ഞത്. നമുക്ക് അമ്പിച്ചുവിനെ വിളിക്കാം. അമ്പിച്ചു, ഇതേതാ ഈ അമ്പിച്ചു? ഇത് ഏതാ ശരിയാ അമ്പിച്ചു? ഞാൻ അമ്പിച്ചുവിനെ എടുക്കുക. എനിക്ക് അമ്പിച്ചുവിന്റെ മാജിക് കൊണ്ട് പെട്ടുപോയി ഞാൻ. അമ്പിച്ചു, സമാധാനേ, ഈ അമ്പിച്ചുവിന്റെ ഒരു മാജിക്. ഓക്കെ, ബൈ ബൈ. സോൾഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ മാർച്ച് സേ എക്സാം തുടങ്ങി 2020 മാർച്ച് സേ എക്സാം വരെയുള്ള ചോദ്യോത്തര വിശകലനമാണ് ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. അത് മാർച്ച് 2020 സേ 2020 ചോദിച്ച ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാറ്റിസസ് ഹാസ് ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി അസ്യൂമിംഗ് ദാറ്റ് ആറ്റംസ് ആർ ടച്ചിങ് ഈച്ച് അതർ? സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്. ആൻസർ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. കാരണം ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൽ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ 68% ആണ്, സിമ്പിൾ ക്യൂബിക്കിൽ 54.2% ആണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഫോർമുലയാണ്. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു Z ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ ഇൻറ്റു 100 ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർമ്മ വരണം. ഒന്ന് Z, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ല്. സിമ്പിൾ ക്യൂബിക്കിന് 1 ആണ്, ബോഡി സെൻറ്റേർഡിന് 2 ആണ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിന് 4 ആണ്. അതുപോലെ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ A ക്യൂബാണ്. ആ എയുടെ വാല്യൂ 2R ആണ് സിമ്പിൾ ക്യൂബിക്കിന്, 2√2R ആണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിന്, 4R/√3 ആണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിന്. ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. ആ ഭാഗം ഒന്ന് നിങ്ങൾ നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തെ ചോദ്യമാണ്, ക്ലാസിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ബീയിങ് ഐദർ P ടൈപ്പ് ഓർ N ടൈപ്പ് സെമി കണ്ടക്ടർ. അതിൽ A ജർമാനിയം ഡോപ്ഡ് വിത്ത് ബോറോൺ, B സിലിക്കൺ ഡോപ്ഡ് വിത്ത് ആഴ്സനിക്. A എന്ന് പറയുന്നത് P ടൈപ്പ് സെമി കണ്ടക്ടറാണ്, B എന്ന് പറയുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടറാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് 14th ഗ്രൂപ്പിനകത്ത് എലമെൻ്റായ സിലിക്കൺ, ജർമാനിയം തുടങ്ങിയവയിലേക്ക് 13th ഗ്രൂപ്പ് മെമ്പേഴ്സായ ബോറോൺ, അലൂമിനിയം, ഗാലിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോളാണ് ഉണ്ടാവുക. ഹോളാണ് കണ്ടക്ഷന് കാരണമായി തീരുക. അതുകൊണ്ടാണ് അതിനെ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. എന്നാൽ 14th ഗ്രൂപ്പ് സിലിക്കൺ, ജർമാനിയം എന്നിവയ്ക്കകത്തേക്ക് 15th ഗ്രൂപ്പിലെ ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി എന്നിവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. എക്സസ് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് മുഖേന ഉണ്ടാകുന്ന കണ്ടക്ഷനെയാണ് N ടൈപ്പ് സെമി കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ഷൻ ഡോപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾ നോട്ടിൽ നോക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യമാണ്, ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് ആർ 2 ടൈപ്സ് ഓഫ് സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ഷോൺ ബൈ അയോണിക് സോളിഡ്സ്. ഗിവ് 2 points ഓഫ് ഡിഫറൻസ്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ആണ് അയോണിക് സോളിഡ്സ് കാണിക്കുന്നത്.
ഒരുപാട് ഡിഫറൻസ് അവർക്കിടയിൽ പറയാം. അവരുടെ കാറ്റോണിൻ്റെയും ആനിയോണിൻ്റെയും പൊസിഷൻ വെച്ച് പറയാം. അതുപോലെ കോർഡിനേഷൻ നമ്പർ വെച്ചിട്ട് പറയാം. സൈസ് ഓഫ് ദി കാറ്റിയോണും ആനിയോണും വെച്ച് പറയാം. അതുപോലെ ഡെൻസിറ്റി വെച്ചും പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. അതുപോലെ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് സിൽവർ ബ്രോമൈഡ്. എക്സാമ്പിളും ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സോഡിയം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡൊക്കെ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കും. എന്നാൽ ZnS, AgCl ഇതൊക്കെ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ്. An element crystallizes in FCC manner. What is the length of side of the unit cell if the atomic radius of the element is 0.144 nanometer? അപ്പോൾ ഇത് FCC പാറ്റേൺ ആണ്. FCC പാറ്റേൺ ആകുമ്പോൾ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് 2√2r ആണ്. A = 2√2r. ഇവിടെ റേഡിയസ് ഓഫ് ദി എലമെൻറ്റ് തന്നിട്ടുണ്ട് 0.144 നാനോമീറ്റർ. അപ്പോൾ 2 × √2 × 0.144 നാനോമീറ്റർ. നമുക്ക് ആൻസർ 0.407 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യമാണ് വാട്ട് ആർ പോയിന്റ് ഡിഫക്റ്റ്? എക്സ്പ്ലെയിൻ ദ നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ഇൻ അയോണിക് സോളിഡ്സ്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലാരിറ്റീസ് ഓർ ഡിസ്ലൊക്കേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറൗണ്ട് ഓഫ് ആൻ ആറ്റം ഇൻ എ ക്രിസ്റ്റൽ. അതിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും ഉണ്ട്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും ഉണ്ട്. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ശരിക്കും നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ, അറിയാതെ മാറിപ്പോകരുത്. അബദ്ധവശാൽ നിങ്ങൾ സ്റ്റോഷിയോമെട്രിക് എഴുതാൻ ഇവിടെ സാധ്യതയുണ്ട്. എപ്പോഴും ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ശരിക്കും 1, 2, 3 തവണ വായിച്ച് നോക്കണം. അപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് 2 തരത്തിലുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 രീതിയിൽ കാണിക്കാം. ആനിയോൺ വാക്കൻസി മുഖേനയും ഇൻഡസ്ട്രീഷ്യൽ കാറ്റോൺ മുഖേനയും. എന്നാൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാറ്റോൺ വാക്കൻസി മുഖേന മാത്രമേ കാണുകയുള്ളൂ. ഒന്ന് ശരിക്കും സ്ട്രെസ് ചെയ്ത് പഠിക്കുക. 6ാമത്തെ ചോദ്യമാണ് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് വാട്ട്? ആൻസർ യൂണിറ്റ് സെൽ എന്നാണ്. ഇപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ സ്പേസ് ലാറ്റിസ് എന്നെല്ലാവർക്കും അറിയാം. 7ാമത്തെ ചോദ്യമാണ് ഇൻ ടേംസ് ഓഫ് ബാൻഡ് തിയറി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ? കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്കിടയിലെ ഗ്യാപ്പ് വളരെ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അവരെയാണ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറും അതുപോലെ ഇൻസുലേറ്ററും രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ ആയിരിക്കും ഉണ്ടാവുക. നോർമലി ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ അവർക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷേ ടെമ്പറേച്ചർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്താൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കണ്ടക്ഷൻ കാണിക്കുകയാണെങ്കിൽ അത്തരം കണ്ടക്ഷനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യമാണ് അലൂമിനിയം ക്രിസ്റ്റലൈസസ് ഇൻ എ CCP സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് മെറ്റാലിക് റേഡിയസ് ഈസ് 125 പൈക്കോമീറ്റർ. കാൽക്കുലേറ്റ് എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ ആൻഡ് ആൾസോ ഫൈൻഡ് ദി നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ഇൻ 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് അലൂമിനിയം. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട് 125 ഇൻറ്റു പൈക്കോമീറ്റർ, ദാറ്റ് ഈസ് 125 ഇൻറ്റു 10⁻⁻10 സെൻറ്റിമീറ്റർ. എഡ്ജ് ലെങ്ത് A ആണ് കണ്ടുപിടിക്കേണ്ടത്. CCP പാറ്റേൺ ആകുമ്പോൾ നമുക്കറിയാം എഡ്ജ് ലെങ്ത് = 2√2r ആണ്. അപ്പോൾ 2√2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ കൊടുത്തിട്ട് A കണ്ടുപിടിക്കുക. വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCP ആകുമ്പോൾ A³ ആണ്. അപ്പോൾ A³ ആണ് വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അപ്പോൾ ഇവിടെ നമുക്ക് എഡ്ജ് ലെങ്ത് കിട്ടിയെങ്കിൽ എഡ്ജ് ലെങ്ത്തിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. 43.9 10⁻24 സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം. ആ വോളിയമാണ് ഒരു യൂണിറ്റ് സെല്ലിന്. അപ്പോൾ അത്രയും സെൻറ്റിമീറ്റർ ക്യൂബിനകത്ത് ഒരു യൂണിറ്റ് സെൽ ഉണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബിനകത്ത് ഉണ്ടാകുന്ന യൂണിറ്റ് സെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1/43.9 10⁻24 ആയിരിക്കും. ഓക്കെ, ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആവും. വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ? ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ ABC പാറ്റേണിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ സ്ഫിയറിന് ചുറ്റും 12 സ്ഫിയേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 ZnO ടേൺസ് യെല്ലോ ഓൺ ഹീറ്റിംഗ്. വൈ? ZnO ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളറായിട്ട് മാറുന്നത് എന്തുകൊണ്ട്? അത് മെറ്റൽ നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റിനകത്തുള്ള മെറ്റൽ എക്സസ് ഡിഫക്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിളാണ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റോൺ എന്ന് പറയുന്നത്. ZnO എന്ന് പറയുന്ന ക്രിസ്റ്റൽ വൈറ്റ് ഇൻ കളറാണ്. സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ O2- എന്ന് പറയുന്ന ഓക്സൈഡ് അയോൺ ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ആ ഇലക്ട്രോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി നിൽക്കും. Zn2+ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി നിൽക്കും. അപ്പോൾ അത് യെല്ലോ കളേർഡായിട്ട് കാര്യം നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇവിടെ Zn Zn2+ ആയി മാറുന്നു ഇലക്ട്രോൺ,
മറ്റ് ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയി നിൽക്കുന്നു. ഇലക്ട്രോൺസിൻ്റെ ലൈറ്റ് വന്ന് ഇടിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എനർജി സ്വീകരിച്ചുകൊണ്ട് എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കളർ അപ്പിയർ ചെയ്യുന്നത്. Question: An element crystallizes as FCC with density 2.8 gram per centimeter cube. Its unit cell having edge length 4 into 10 raised to minus 8 centimeter. Calculate the molar mass of the element. Avogadro number given. അപ്പോൾ ഇത് FCC ആയതുകൊണ്ട് Z equal to 4. ഡെൻസിറ്റി തന്നിട്ടുണ്ട് 2.8 gram per centimeter cube. എഡ്ജ് ലെങ്ത്ത് 4 into 10 raised to minus 8 തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ZM ഡിവൈഡഡ് ബൈ A ക്യൂബ്. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ 4 ആണ്. എം തന്നിട്ടില്ല. അവഗാഡ്രോ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6.022 into 10 raised to 23. എഡ്ജ് ലെങ്ത്ത് തന്നിട്ടുണ്ട് 4 into 10 raised to minus 8. അതിൻ്റെ ക്യൂബ് എടുക്കുക. അപ്പോൾ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് 26.9 gram എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യമാണ്, if n spheres are there in a close packing, what is the total number of tetrahedral and octahedral void present in it? n sphere ഉണ്ടാവുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഡൽ വോയിഡ്സ് 2n ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഡൽ വോയിഡ്സ് n ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു റിസൾട്ട് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ഫോർ ഫെറോമാഗ്നറ്റിസം ആൻഡ് ഫെറിമാഗ്നറ്റിസം. ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സിമിലർ ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അവർ മാഗ്നറ്റിസം കാണിക്കും, അല്ലെ അവർ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ലി അവർ മാഗ്നറ്റൈസ് ചെയ്യും, അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിനകത്ത് സ്മോൾ റീജിയൻസിൽ ഡൊമൈൻസ് ഫോം ചെയ്യും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എഴുതി വെക്കുക. അയൺ, കൊബാൾട്ട്, നിക്കലൊക്കെ അതിന് എക്സാമ്പിളാണ്. ഫെറി മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈക്വൽ നമ്പർ ഓഫ് ആൻറ്റി പാരലൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഇൻ ദ ഡൊമൈനിൽ ഉണ്ടാവും. സ്മോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഈ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഹയർ ടെമ്പറേച്ചറിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസായി മാറുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ Fe3O4, MgFe2O4, ZnFe2O4 ഇതൊക്കെ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ മാഗ്നറ്റിക് അലൈൻമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കൂടി വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. Question number 14, silver atoms are arranged in CCP lattice structure. The edge length of its unit cell is 408.6 picometer. Calculate the density of the silver. CCP ആയതുകൊണ്ട് Z4 ആണ്. ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. എഡ്ജ് ലെങ്ത്ത് തന്നിട്ടുണ്ട് 408 പൈക്കോമീറ്റർ. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻10 സെൻറ്റിമീറ്ററിലേക്ക് വരും. അതുപോലെ മോളിക്കുലാർ മാസ് 107.9 gram തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 10.5 gram per centimeter cube എന്ന് ഡെൻസിറ്റി എക്സ്പ്രഷൻ കിട്ടും. ഡെൻസിറ്റി വാല്യൂ നമുക്ക് കിട്ടും. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് തന്നിട്ടുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റ് തന്നിട്ടുണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോഷിയോമെട്രിക് ആണ്. എന്നാൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, വാട്ട് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് കുഡ് മേക്ക് ബെറ്റർ പെർമനൻറ്റ് മാഗ്നറ്റ്സ്, ഫെറി മാഗ്നറ്റിക് ഓർ ഫെറോ മാഗ്നറ്റിക്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതാണ് ബെറ്റർ മാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്നുള്ളത് തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോയിന്റും കൂടി ഇവിടെ എഴുതി വെക്കുക, എക്സാമ്പിളും കൊടുക്കുക. 17th ക്വസ്റ്റ്യൻ, ഇൻ ടേംസ് ഓഫ് ബാൻഡ് തിയറി റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. തൊട്ട് മുമ്പേ കണ്ടക്ടറിനെ കുറിച്ചും സെമി കണ്ടക്ടറെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അധികമായിട്ട് ഒരു ഇൻസുലേറ്ററിൻ്റെ കാര്യം മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി വരിക. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ഒരിക്കലും ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റില്ല വാലൻസ് ബാൻഡിൽ നിന്നും. അവരെയാണ് ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്. ഒന്ന് ബാൻഡ് തിയറി ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന മെൽറ്റ് അറ്റ് ഷാർപ്പ് ടെമ്പറേച്ചർ, ദേ ഹാവ് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രത്യേകതയാണ്. ഐസോട്രോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രത്യേകതയല്ല. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ആണെന്ന് നമുക്കറിയാം. ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നതും ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ദേ ആർ ഐസോട്രോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രോപ്പർട്ടി അല്ല. അതാണ് ആൻസർ. ക്യൂബിക് യൂണിറ്റ് സെൽസ് ആർ ഡിവൈഡ് ഇൻ ടു പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്, BCC ആൻഡ് FCC. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്താണെന്ന് എഴുതി വെക്കുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ 2 ആണ്. കോർണർ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ഇൻറ്റു 8 കോർണർ പ്ലസ് ഒരു സെൻറ്റർ പാർട്ടിക്കിൾ ആകെ 2 എന്ന് കിട്ടും. ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ കോർണർ കോൺട്രിബ്യൂഷൻ 1/8 × 8 1 ആണ്. എന്നാൽ ഫേസിൻ്റെ സെൻറ്ററിൽ ഹാഫ് ആണ് കോൺട്രിബ്യൂഷൻ.
ഹാഫ് ഇൻറ്റു 6 ഫേസ് 3 കിട്ടും. 3 + 1 4 എന്ന് കിട്ടും. 20 റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ കോവാലൻ്റ് സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കോവാലൻ്റ് സോളിഡ്സ് എല്ലാം ഭംഗിയായി പഠിക്കുക. ഓരോന്നിൻ്റെയും കണ്ടക്റ്റീവ് നാച്ചർ, ഓരോന്നിൻ്റെയും സോഫ്റ്റ്നെസ്, ഹാർഡ്നെസ് അല്ലേ, ഓരോന്നിൻ്റെ അകത്തുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്, ഇതൊക്കെ ക്ലിയറായിട്ട് എക്സാമ്പിളൊക്കെ ക്ലിയറായിട്ട് പഠിക്കണം. അപ്പോൾ ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഒക്കെ കോവാലൻ്റ് സോളിഡ്സ് ആണ്. അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഒരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടി കാണിക്കുന്നതിനുള്ള കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോളിക്കുലാർ സോളിഡ്? മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഐസ്, ക്വാർട്സ്. ഐസ് ആണ് ആൻസർ. ഡയമണ്ടും ഗ്രാഫൈറ്റും ക്വാർട്സും ഒക്കെ കോവാലൻ്റ് സോളിഡ്സ് ആണ്. യൂണിറ്റ് സെൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേർഡ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേർഡ്. കോർണറിൽ മാത്രം പാർട്ടിക്കിൾ വരുന്നതാണ് പ്രിമിറ്റീവ്. എന്നാൽ കോർണർ ഉൾപ്പെടെ, കോർണർ കൂടാതെ ബോഡിയുടെ സെൻറ്ററിലോ ഫേസിൻ്റെ സെൻറ്ററിലോ ഓപ്പോസിറ്റ് എൻഡിലോ വരുന്നതാണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഓർക്കേണ്ടത് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനും കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട്. അത് കൂടാതെയാണ് സ്പെഷ്യലായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾ വരുന്നത്. അത് തെറ്റിക്കരുത്. പ്രസൻസ് ഓഫ് എക്സസ് സോഡിയം മേക്സ് NaCl ക്രിസ്റ്റൽ കളേർഡ്. എക്സ്പ്ലെയിൻ ദ ബേസ് ഓഫ് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. ഇത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനോൺ വാക്കൻസിയാണ്. ആനോൺ മിസ്സാവുന്നു, അവിടത്തേക്ക് ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്ത് വിട്ട ഇൻഡസ്ട്രി സൈറ്റിനെയാണ് F സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോൺ ലൈറ്റ് എനർജി സ്വീകരിച്ച് എക്സൈറ്റ് ചെയ്യുമ്പോൾ കളറായി മാറുന്നു. സോഡിയം ക്ലോറൈഡ് അങ്ങനെ യെല്ലോയിഷ് കളറാവുന്നു. പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റ് കളറാവുന്നു അല്ലേ. ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളറാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ ഭാഗം. എ യൂണിറ്റ് സെൽ ഈസ് എ ടേം റിലേറ്റഡ് ടു ക്രിസ്റ്റൽ സ്ട്രക്ചർ. വാട്ട് ഡു യു മെൻ ബൈ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ എന്നാൽ എന്ത്? ഡെഫിനിഷൻ എഴുതി വെക്കുക. നെയിം എനി 2 types ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. നിങ്ങൾക്ക് പ്രിമിറ്റീവ് എഴുതാം, ബോഡി സെൻറ്റേർഡ് എഴുതാം, ഫേസ് സെൻറ്റേർഡ് എഴുതാം. ഇതൊക്കെ ഇതിലേതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദി അബവ് മെൻഷൻഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രിമിറ്റീവ് ആണെങ്കിൽ 1 ഉണ്ടാവുള്ളൂ, കോർണറിൽ മാത്രമേ ഉള്ളതുകൊണ്ട്. ബോഡി സെൻറ്റർ ആയതുകൊണ്ട് കോർണർ കൂടാതെ സെൻറ്ററിലും കൂടി വരുന്നതുകൊണ്ട് 2 ഉണ്ടാവും. ഫേസ് സെൻറ്റേർഡ് ആവുന്നത് കോർണർ കൂടാതെ ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്നതുകൊണ്ട് 4 ആയിരിക്കും. അങ്ങനെയുള്ള ആൻസർ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ആൻസർ നിങ്ങളിവിടെ എഴുതി വെക്കുക. ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസ് വിച്ച് ഷോസ് ഫ്രങ്കൽ ഡിഫക്റ്റ്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, AgBr. ഇതിനകത്ത് വിച്ച് ഷോസ് ഫ്രങ്കൽ ഡിഫക്റ്റ് ആണ്. നമുക്കറിയാം ZnSഉം അതുപോലെ AgBrഉം രണ്ടുപേരും ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. സിങ്ക് സൾഫൈഡും AgBr രണ്ടും ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന എക്സാമ്പിളാണ് AgBr. യൂണിറ്റ് സെൽസ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 categories, പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെൻറ്റേർഡ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂണിറ്റ് സെൽ ആൻഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. കാൽക്കുലേറ്റ്. ഇത് തൊട്ട് മുമ്പേ ചോദിച്ച ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നിങ്ങൾ എഴുതി വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഇതും തൊട്ട് മുമ്പേ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ റിപ്പീറ്റേഷനാണ് 2016 ചോദിച്ചിരിക്കുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആർ 2 സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ്. വാട്ട് ആർ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എഴുതാം. റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ വീണ്ടും ആൻസർ ആവർത്തിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. വാട്ട് ഈസ് അനൈസോട്രോപ്പി? Copper crystals have FCC unit cell. Compute the number of atoms per unit cell of copper crystals. Calculate the mass of unit cell of copper crystals. Atomic mass of copper 63.54 unified mass. അപ്പോൾ അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ അറിയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് എക്സെട്ര വെൻ മെഷേർഡ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ വി ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. അതാണ് അനൈസോട്രോപിക്. ഐസോട്രോപിക് ആണെങ്കിൽ സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുക. ആ ഒരു ഡിഫറൻസ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കോപ്പർ ക്രിസ്റ്റൽസ് ഹാവ് FCC യൂണിറ്റ് സെൽ. കമ്പ്യൂട്ട് ദി നമ്പർ ഓഫ് കോപ്പർ ആറ്റം. FCCക്ക് ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ 4 ആയിരിക്കും. കാൽക്കുലേറ്റ് മാസ് ഓഫ് എ യൂണിറ്റ് സെൽ ഓഫ് കോപ്പർ ക്രിസ്റ്റൽ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് FCC ആയതുകൊണ്ട് 4 പാർട്ടിക്കിൾ ഉണ്ടാവും, 4 കോപ്പർ ആറ്റം ഉണ്ടാവും. ഒരു കോപ്പർ ആറ്റത്തിൻ്റെ മാസ് 63.54 ആണെങ്കിൽ 4 കോപ്പർ ആറ്റമുള്ള ആ FCC യൂണിറ്റ് സെൽ ഓഫ് കോപ്പറിൻ്റെ ആകെ മാസ് 4 × 63.54, അതായത് 254.16 ഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് ആയിരിക്കും. ഓക്കെ, ഒരു യൂണിറ്റ് സെല്ലിനകത്ത് 4 കോപ്പർ ആറ്റം ഉണ്ട്. അപ്പോൾ 4 കോപ്പർ ആറ്റത്തിൻ്റെ മാസ് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. 30th question. A compound is formed by 2 elements P and Q. Atoms of Q make HCP lattice and the atom of P occupy all tetrahedral voids. What is the formula? HCP lattice almost equal to CCP lattice ആണ്. അപ്പോൾ number of particle per unit cell 4 ആണ്. Therefore Q atom is 4. If Q atoms is 4, number of tetrahedral void is 2n. 2 × 4 8 ആയിരിക്കും. ഇവിടെ Q ആണ് ആ CCP lattice ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് number of particle 4 ആണ്. അത് 4 ആകുമ്പോൾ
അത് മുഖേന ഉണ്ടാകുന്ന ടെട്രാഹെഡ്രൽ ബോഡിൻ്റെ എണ്ണം 2 × 4 8 ആയിരിക്കും. ഫോർ n സ്ഫിയർ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ബോഡീസ് 2n എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ 8 ഉണ്ടായിരിക്കും. ആ 8ലും ആര് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്? p ആറ്റംസ് ഒക്കുപ്പൈ ഓൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പോൾ നമുക്ക് പിയുടെ എണ്ണം 8 എന്നും ക്യൂയുടെ എണ്ണം 4 എന്ന് എഴുതാം. P8 Q4 അതിന് സിംപ്ലിഫൈ ചെയ്താൽ P2Q എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ ഫോർമുല കണ്ടുപിടിക്കേണ്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം ചെയ്ത് നോക്കണം. 31st ക്വസ്റ്റ്യൻ, എ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് A = B = C, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. ഐഡൻറ്റിഫൈ ദ ക്രിസ്റ്റൽ സിസ്റ്റം. അത് ക്യൂബിക് സിസ്റ്റം ആണ്. ഗിവ് എക്സാമ്പിൾ ഫോർ ഇറ്റ് NaCl. ഇതുപോലെ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഉണ്ട്. 7 സെല്ലിൻ്റെയും എഡ്ജ് ലെങ്ത്തും ഡയമെൻഷനും അതുപോലെ ആംഗിളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ക്യൂബിക്, ടെട്രഗണൽ, ഹെക്സഗണൽ, റോംബോഹീഡ്രൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ടൈക്ലിനിക് ഏതും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. 32 ക്വസ്റ്റ്യൻ, മെഗ്നീഷ്യം ക്രിസ്റ്റൽ ലെയേഴ്സ് ആറ്റംസ് ആർ ബീയിങ് സ്റ്റാക്ക്ഡ് ഇൻ എ പാറ്റേൺ ABAB ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. നെയിം ദ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ. നമുക്കറിയാം ABAB പാറ്റേൺ ആണെങ്കിൽ അത് HCP പാറ്റേൺ ആണ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ABC ആണെങ്കിലോ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് FCC പാറ്റേൺ അല്ലെങ്കിൽ CCP പാറ്റേൺ ആണ്. അത് കൃത്യമായി ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പഠിക്കണം. ബൈ കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്, ബൈ കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. Calculate number of tetrahedral and octahedral word if magnesium crystal contains n atoms. For n atoms, number of tetrahedral word is 2n and number of octahedral word is n എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫോർമുല പഠിച്ചു വെക്കുക, അത് അറിയേണ്ടതാണ്. The last question, what happens when strontium chloride is added to sodium chloride crystal? ഇത് impurity ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണ്. സ്ട്രോൺഷ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സോഡിയം ആറ്റം ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഒരു സോഡിയത്തിൻ്റെ ലാറ്റിസ് സൈറ്റിൽ പോയിട്ട് ഒരു സ്ട്രോൺഷ്യം നിൽക്കും. സ്ട്രോൺഷ്യത്തിൻ്റെ ചാർജ് 2+ ആണ്. 2 സോഡിയം പോയി കഴിഞ്ഞാൽ 2+ നഷ്ടമാകുമ്പോൾ പകരം ഒരു Sr2+ ആണ് കയറി നിൽക്കുക. ക്രിസ്റ്റൽ പിന്നെ നോക്കുമ്പോൾ ഒരു Na+ൻ്റെ വാക്കൻ്റ് സൈറ്റും കാണും. ഒരു എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് മുഖേന എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ആയ സ്ട്രോൺഷ്യം അവിടെ പ്രസൻറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഓക്കെ, ഓക്കെ. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കാണാതെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ മാത്രമേ ഈ എപ്പിസോഡിനെ കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തീരുമാനിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ട്സ് നൽകാൻ വേണ്ടിയിട്ട് ഞാനൊരു